രാജേഷ് ഹരിദാസ്. പ്രിയ കൂട്ടുകാർക്ക് ഓൺ പോയിന്റ് അക്കാദമിയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് ആൻ എക്സ്ക്ലൂസീവ് ചാനൽ ഫോർ കൊമേഴ്സ് ക്ലാസ്സസ്. ഇന്ന് നമ്മൾ അസറ്റ്സിലെ എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. ഒന്നാമത്തെ ചോദ്യം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഡിക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ഈസ് നോൺ ആസ്. എന്താ പറയാ? അസറ്റ്സിന്റെ ഇൻടാഞ്ചിബിൾ അസറ്റ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. കാണാൻ കഴിയാത്ത, തൊടാൻ കഴിയാത്ത അസറ്റ്സ് ആണ് ഇൻടാഞ്ചിബിൾ അസറ്റ്സ്. അതിൻ്റെ വാല്യൂവിൽ ഉണ്ടാവുന്ന കുറവിനെ നമ്മൾ എന്താ വിളിക്കാറുള്ളത്? അതിൻ്റെ വാല്യൂവിൽ ഉണ്ടാവുന്ന കുറവിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അമോർട്ടൈസേഷൻ. നേരത്തെ പറഞ്ഞു പോയതാണ് അമോർട്ടൈസേഷൻ. എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. രണ്ടാമത്തെ, വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് ആൻ ഇൻടാഞ്ചിബിൾ അസറ്റ്. താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് ഇൻടാഞ്ചിബിൾ അസറ്റ്? നമുക്ക് കാണാൻ കഴിയാത്ത, സ്പർശിക്കാൻ കഴിയാത്ത അസറ്റ് ഏതാണ്? ഗുഡ്വില്ലാണ് ഉത്തരം അല്ലേ? ആദ്യത്തെ ഉത്തരം തന്നെ ശരി ഉത്തരാണ്. ബിൽഡിങ്ങോ ക്യാഷോ സ്റ്റോക്കോ ഒന്നല്ല, അതൊക്കെ നമുക്ക് കാണാനും തൊടാനും കഴിയുന്നതാണ്. അടുത്തത്, ഇക്കണോമിക് റിസോഴ്സസ് ഓഫ് എൻ എന്റർപ്രൈസ്. ഒരു സ്ഥാപനത്തിലെ സാമ്പത്തിക വിഭവങ്ങളെ നമ്മൾ എന്താ വിളിക്കുക? ആദ്യം തന്നെ പറഞ്ഞത് അതായിരുന്നു അല്ലേ? എന്താ വിളിക്കുക നമ്മള്? അതായത് അതിനെയാണ് നമ്മൾ അസറ്റ്സ് എന്ന് വിളിക്കുന്നത്. പണത്തിന്റെ മൂല്യമുള്ളതിനെയാണ് നമ്മൾ അസറ്റ്സ് എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. ഫോർത്ത് ക്വസ്റ്റ്യൻ, പിക്ക് ദ റോങ് പെയർ എന്നുള്ളതാണ് നമ്മുടെ ഫോർത്ത് ക്വസ്റ്റ്യൻ. പിക്ക് ദ റോങ് പെയർ, തെറ്റായത്. ഓരോന്നിലും രണ്ടെണ്ണം തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. ലാൻഡ്, ബിൽഡിംഗ്. ലാൻഡും ബിൽഡിങ്ങും നമുക്കറിയാം രണ്ടും ഫിക്സഡ് അസറ്റ് ആണ്. നെക്സ്റ്റ്, രണ്ടാമത് അതിൽ തന്നിട്ടുള്ളത് എന്താണ്? ക്യാഷ്, സ്റ്റോക്ക്. ക്യാഷും സ്റ്റോക്കും കറന്റ് അസറ്റ് ആണ്. നമ്മൾ പറഞ്ഞു പോയതാണ്. ഡെപ്റ്റേഴ്സ്, മെഷീനറി. ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ കറന്റ് അസറ്റ് ആണ്. നമ്മൾ പറഞ്ഞതാണ്. കസ്റ്റമേഴ്സ് നമുക്ക് സാധനങ്ങൾ വാങ്ങി പണം തരാനുണ്ടെങ്കിൽ അതിനെയാണ് ഡെപ്റ്റേഴ്സ് വിളിക്കുക. അത് വിതിൻ 1 ഇയറിനുള്ളിൽ കിട്ടും. അതുകൊണ്ട് അത് കറന്റ് അസറ്റ് ആണ്. മെഷീനറി എന്ന് പറയുന്നത് എന്താ? ഫിക്സഡ് അസറ്റാ. അപ്പൊ ഒരു കറന്റ് അസറ്റും ഒരു ഫിക്സഡ് അസറ്റും വന്നിരിക്കുന്നു. ഇതിൽ രണ്ടിലും കറന്റ് അസറ്റ് ആണ്, ഇതിൽ രണ്ടിലും ഫിക്സഡ് അസറ്റ് ആണ്. ഇനി ലാസ്റ്റ് തന്നിട്ടുള്ളത് കോപ്പിറൈറ്റ്, പാറ്റന്റ്. കോപ്പിറൈറ്റും പാറ്റന്റും എന്താണ്? ഫിക്സഡ് അസറ്റ്, ഇൻടാഞ്ചിബിൾ അസറ്റ് ആണ്, ഫിക്സഡ് അസറ്റ് ആണ്. രണ്ടും ഇൻടാഞ്ചിബിൾ അസറ്റ് ആണ്, ഇൻടാഞ്ചിബിൾ. അപ്പോൾ ഇതിലെ റോങ് പെയർ എന്ന് പറയുന്നത് ഏതാണ്? ഡെപ്റ്റേഴ്സ് ആൻഡ് മെഷീനറി. ബിക്കോസ് വൺ ഈസ് കറന്റ് അസറ്റ് ആൻഡ് അതർ ഈസ് ഫിക്സഡ് അസറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ക്ലാസിഫൈ ദ ഫോളോയിങ് അസറ്റ്സ് അണ്ടർ അപ്രോപ്രിയേറ്റ് ഹെഡ്സ്. താഴെ തന്നിരിക്കുന്നതിനെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ശരിയായ ഹെഡിലേക്ക് മാറ്റുക. അതായത് ക്യാഷ്, നമുക്ക് കേട്ടറിയാൻ കുറച്ച് അസറ്റ്സ് ആണ് തന്നിട്ടുള്ളത്. അപ്പൊ ആ അസറ്റ്സ് കറന്റ് അസറ്റ് ആണോ ഫിക്സഡ് അസറ്റ് ആണോ എന്ന് എഴുതിലാണ് നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെയാണ് തന്നിരിക്കുന്നത്. ക്യാഷ് എന്ത് അസറ്റാ? കറന്റ് അസറ്റ് ആണ്. ക്യാഷ് എന്ത് അസറ്റാ? കറന്റ് അസറ്റ് ആണ്. മെഷീനറി എന്ത് അസറ്റ് ആണ്? മെഷീനറി ഫിക്സഡ് അസറ്റ് ആണ്. ലാൻഡ് എന്ത് അസറ്റ് ആണ്? ലാൻഡ് ഫിക്സഡ് അസറ്റ് ആണ്. അടുത്തത് സ്റ്റോക്ക് കറന്റ് അസറ്റ് ആണ്. എന്തുകൊണ്ടാണ് അത് വരുന്നത് നമുക്കറിയാം. ക്യാഷായിട്ട് എടുക്കുന്നതാണ്. ക്യാഷായി എടുക്കുന്നതെല്ലാം കറന്റ് അസറ്റ് ആണ്. മെഷീനറി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം സ്ഥാപനത്തിൽ കുറേ വർഷം നിലനിൽക്കുന്നതാണ്, ഒന്നിൽ കൂടുതൽ വർഷം നിലനിൽക്കുന്നതാണ് അല്ലെ? സ്ഥാപനത്തിന്റെ ഓപ്പറേറ്റിംഗ് പർപ്പസിന് വേണ്ടി മേടിക്കുന്നതാണ്, അതുകൊണ്ട് ഫിക്സഡ് അസറ്റ് ആണ്. ലാൻഡ് സ്ഥാപനത്തിൽ കുറേ വർഷം നിലനിൽക്കുന്നതാണ്, അതുകൊണ്ട് അതും ഫിക്സഡ് അസറ്റ് ആണ്, 1 ഇയറിനേക്കാൾ കൂടുതൽ നിൽക്കുന്നതാണ്. സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ സ്ഥാപനത്തിൽ വിൽക്കാതെ ബാക്കിയുള്ളതാണ്, അത് വിതിൻ 1 ഇയറിൽ വിറ്റ് ക്യാഷ് ആവും, സോ അത് കറന്റ് അസറ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ്, വിച്ച് ആർ ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫിക്സഡ് അസറ്റ്. തന്നിരിക്കുന്നതിലെ ഫിക്സഡ് അസറ്റ് അല്ലാത്തത് ഏത്? ഗുഡ്വിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫിക്സഡ് അസറ്റ് ആണ്. ഇൻടാഞ്ചിബിൾ അസറ്റ്, ഫിക്സഡ് അസറ്റിലെ ഇൻടാഞ്ചിബിൾ എന്ന് പറയുന്ന ഹെഡിൽ പറഞ്ഞതാണ് ഗുഡ്വിൽ. സ്റ്റോക്ക് ഓഫ് ഗുഡ്സ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? സ്റ്റോക്ക് തന്നെയാണ്. അതെന്ത് അസറ്റ് ആണ്? കറന്റ് അസറ്റ് ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതിനെ തന്നെ നമുക്ക് വേറെ പേര് വിളിക്കാം. സ്റ്റോക്ക് ഓഫ് ഗുഡ്സിനെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരാണ് ക്ലോസിംഗ് സ്റ്റോക്ക്. ഇതിന് തന്നെ വേറൊരു പേരും കൂടിയുണ്ട് സ്റ്റോക്ക് ഓഫ് ഗുഡ്സിന് അല്ലെങ്കിൽ ക്ലോസിംഗ് സ്റ്റോക്കിന്. ഇൻവെന്ററി. ഇങ്ങനെ 3 പേരുണ്ട്. അത് 3ഉം പഠിച്ചു വെച്ചോളൂ. അടുത്തത് ഫർണിച്ചർ എന്ന് പറയുന്നത് ഏതാണ്? ഫർണിച്ചർ ഫിക്സഡ് അസറ്റ് ആണ്.
അടുത്തത് ലാൻഡ് ഫിക്സഡ് അസറ്റ് ആണ്. നമ്മുടെ ചോദ്യം ഇതാണ്, വിച്ച് ആർ ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫിക്സഡ് അസറ്റ്. ഫിക്സഡ് അല്ല അസറ്റ് അല്ലാത്തത് ഏതാണ്? സ്റ്റോക്ക് ഓഫ് ഗുഡ്സ് ആണ്. ഇറ്റ്സ് എ കറന്റ് അസറ്റ്. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാൻ പ്രിയപ്പെട്ടവരെ. എന്താണ് നമ്മുടെ ചോദ്യം? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. എന്താണ്? പിക്ക് ഔട്ട് ദ റോങ് പെയർ എന്നുള്ളതാണ്. തെറ്റായിട്ടുള്ള പെയർ വീണ്ടും വന്നിട്ടുണ്ട്. പേറ്റന്റ്, കോപ്പിറൈറ്റ് രണ്ടും ഇൻടാഞ്ചിബിൾ ആണ്. രണ്ടും ഇൻടാഞ്ചിബിൾ അസറ്റ് ആണ്. സ്റ്റോക്ക്, ഡെപ്റ്റേഴ്സ് രണ്ടും ഇനി ഞാൻ പറയുന്നില്ല, രണ്ടും കറന്റ് അസറ്റ് ആണ്. 3 സാലറി റെന്റ്. ഈ സാലറി റെന്റ് നമ്മളിപ്പോ ഇതിൽ ഡിസ്കസ് ചെയ്യാത്താണ്, എന്നാലും ഞാൻ ജസ്റ്റ് പറയാം. സാലറിയും റെന്റും എക്സ്പെൻസ് ആണ്. സോ രണ്ടും എക്സ്പെൻസ് ആണ്. അടുത്തത് ക്യാഷ്, ഫർണിച്ചർ. ഇതിലാണ് ക്യാഷ് എന്ന് പറയുന്നത് കറന്റ് അസറ്റും ഫർണിച്ചർ എന്ന് പറയുന്നത് ഫിക്സഡ് അസറ്റ് ആണ്. അപ്പൊ നമ്മളുടെ ഉത്തരം ഏതായിരിക്കും? ഡി. റോങ് പെയർ ഏതാണ്? ക്യാഷും ഫർണിച്ചറാണ്. ഓക്കെ, അടുത്തത് നമ്മളുടെ ചോദ്യം ഇതാണ്, കംപ്ലീറ്റ് ദ സീരീസ് ബേസ്ഡ് ഓൺ ദ ഹിൻസ് ഗിവൺ. തന്നിരിക്കുന്ന ഹിൻസ് വെച്ചിട്ട് നമ്മളുടെ ഈ സീരീസ് ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കണം. നമുക്ക് ഇൻടാഞ്ചിബിൾ അസറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു എക്സാമ്പിൾ വന്നിട്ടുണ്ട്, ഗുഡ് വിൽ. അപ്പൊ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടി വരിക? ഫിക്റ്റീഷ്യസ് അസറ്റ് എന്ന് വന്നിട്ടുണ്ട്, അതിനൊരു എക്സാമ്പിൾ എഴുതുക. നമ്മൾ നേരത്തെ പറഞ്ഞു പോയതാണ് ഫിക്റ്റീഷ്യസ് അസറ്റ്. ഫേക്ക് അസറ്റ് ആണ്. അസറ്റ് അല്ലെങ്കിലും അസറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ടി വരുന്ന സാധനമാണ്. അതിന് ഞാൻ അവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞിരുന്നു, പ്രൊമോഷൻ എക്സ്പെൻസ്. അതായത് 3-4 വർഷത്തേക്കൊക്കെ സ്ഥാപനത്തിന്റെ അഡ്വർടൈസ്മെന്റിന് വേണ്ടി ഒന്നിച്ചു തുക കൊടുക്കുമ്പോൾ അതിനെയാണ് പ്രൊമോഷൻ എക്സ്പെൻസ് എന്ന് വിളിക്കുന്നത്. അതിനെ നമ്മൾ ഫിക്റ്റീഷ്യസ് അസറ്റിലാണ് പെടുത്തിയിരിക്കുന്നത്. അടുത്തത് ലിക്വിഡ് അസറ്റ്. ലിക്വിഡ് അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കറന്റ് അസറ്റിന് പറയുന്ന മറ്റൊരു പേരാണ് ലിക്വിഡ് അസറ്റ്. നമുക്ക് ഉത്തരമായിട്ട് എഴുതാൻ വളരെ സിമ്പിൾ ആയിട്ട് ക്യാഷ്. അടുത്തത് ഫൈൻഡ് ഔട്ട് ദ ഓഡ് വൺ ഔട്ട് എന്നാണ്. പെടാത്തത്, കൂട്ടത്തിൽ പെടാത്തത് ആരാന്നുള്ളതാണ്. മെഷീനറി ഫിക്സഡ് അസറ്റ് ആണ്. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഫിക്സഡ് അസറ്റ് ആണ്. ക്ലോസിംഗ് സ്റ്റോക്ക് കറന്റ് അസറ്റ് ആണ്. ഫർണിച്ചർ ഫിക്സഡ് അസറ്റ് ആണ്. കൂട്ടത്തിൽ പെടാത്ത ആളാരാണ്? ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്ന സി കറന്റ് അസറ്റ് ആണ് കൂട്ടത്തിൽ പെടാത്തത്. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം, 10ാമത്തെ. മിസ്റ്റർ സിനോ ഈസ് എ ഫർണിച്ചർ ഡീലർ അറ്റ് പെരുമ്പാവൂർ. പെരുമ്പാവൂരിലെ ഒരു ഫർണിച്ചർ വിൽക്കുന്ന ആളാണ് സിനോ. ഹിസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫർണിച്ചർ ഈസ് ₹3 lakh കൺസിഡേർഡ് ആസ് ഡാഷ് അസറ്റ്. ക്ലോസിംഗ് സ്റ്റോക്ക്, അദ്ദേഹത്തിന്റെ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ത് അസറ്റായിട്ട് കണക്കാക്കുക? നമ്മൾ പറഞ്ഞിട്ട് വിൽക്കാതെ ബാക്കി എടുക്കുന്ന അസറ്റുകളെയൊക്കെ നമ്മൾ കറന്റ് അസറ്റായിട്ട് കണക്കാക്കും. എന്ത് അസറ്റായിട്ട് കണക്കാക്കുക? കറന്റ് അസറ്റായിട്ടാണ് വിൽക്കാതെ ബാക്കിയുള്ള ഗുഡ്സിനെ കണക്കാക്കുക. അത് നമുക്കറിയാം, അതാണ് ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മളുടെ ആൻസർ കറന്റ് അസറ്റ് ആണ്. ഓക്കെ, അടുത്തത് സുരേഷ് അഡ്വാൻസ് 3 months സാലറി ടു എൻ എംപ്ലോയി ഓഫ് ഹിസ് ഫേം. ദിസ് അഡ്വാൻസ് സാലറി ഈസ് എന്താണ്? അതായത് അതും കൂടി ഒന്ന് മനസ്സിലാക്കി വെച്ചോളൂ കേട്ടോ. സുരേഷ് എന്ന് പറയുന്ന ഒരു എംപ്ലോയർ അല്ലെങ്കിൽ ഒരു സ്ഥാപനം നടത്തുന്ന ആള് അയാളുടെ എംപ്ലോയിക്ക്, അയാളുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആൾക്ക് 3 മാസത്തെ സാലറി അഡ്വാൻസ് ആയിട്ട് കൊടുത്തു. അത് ഏത് വിഭാഗത്തിലാ പെടുക എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു പോലെ നേരത്തെ പറഞ്ഞതിൽ അസറ്റ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാ പറഞ്ഞേ? സാമ്പത്തിക മൂല്യമുള്ളത്, അതായത് വിറ്റാൽ ക്യാഷ് കിട്ടണത്, അത് അസറ്റാണ് അല്ലെ. അതുപോലെ തന്നെ നമ്മൾ അഡ്വാൻസ് ആയിട്ട് കൊടുക്കുന്നതിനെയും അസറ്റായിട്ടാണ് കണക്കാക്കുക. കാരണം നമുക്കത് തിരിച്ചു കിട്ടണമല്ലേ. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? സാലറി അഡ്വാൻസ് ആയിട്ട് കൊടുത്താൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? അടുത്ത മാസം അയാൾക്ക് കൊടുക്കില്ല. അപ്പോൾ അഡ്വാൻസ് ആയി കൊടുക്കുന്നത് തിരിച്ചു കിട്ടുന്നതായതുകൊണ്ട് അതിനെയും നമ്മൾ അസറ്റ് എന്നുള്ള വിഭാഗത്തിലാണ് പെടുത്തുക. അത് 1 വർഷത്തേക്കുള്ള അഡ്വാൻസ് ആയിട്ടാണ്. സാധാരണ അഡ്വാൻസ് ഒക്കെ ഒരു ഷോർട്ട് ടേം ആയിരിക്കും. അത് കൂടുതലും കറന്റ് അസറ്റ്സിലാണ് പെടാറുള്ളത്. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പൊ അതിന്റെ ഉത്തരം ഏതാണ്? കറന്റ് അസറ്റ് ആണ് അതിന്റെ ആൻസർ. അപ്പോൾ ബാക്കിയുള്ളത് ഒന്നുമല്ല. ബാക്കിയുള്ളതിനെ കുറിച്ച് നമ്മളിപ്പോ ഇവിടെ പറയുന്നില്ല, ഡിസ്കസ് ചെയ്യുന്നില്ല. അപ്പോൾ അസറ്റ് എന്ന് പറയുന്ന പാർട്ടിലെ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞിരിക്കുകയാണ്. അടുത്ത കുറച്ച് അക്കൗണ്ടിങ് ടേംസും കൂടി നെക്സ്റ്റ് പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. അതിനുശേഷം നമ്മൾ പ്രോബ്ലംസിലേക്ക് കടക്കും. അപ്പോൾ അടുത്ത പാർട്ടിൽ കാണും വരെ എല്ലാവർക്കും ഗുഡ് ബൈ.